ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം നമ്മളെ പഴയ കാലങ്ങളിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായ സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ മക്കൾക്കും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുവാണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുത്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വെള്ളം വാർന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ട് മാത്രമേ ഈ അരി ഇട്ട് കൊടുക്കാവുള്ളൂ. അത് ഒത്തിരി ഒന്നും ഇടരുത്, കുറച്ചേ ആദ്യമേ ഇടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടൂല, ഈ മലര് പൊങ്ങുന്ന പോലെ പൊങ്ങും. ഇത് അല്ലെങ്കിൽ കല്ലച്ച് പോകും. അതേപോലെ തന്നെ തീ ആദ്യമേ തന്നെ കൂട്ടി വെക്കുകയും ചെയ്യണം. എന്നിട്ട് എപ്പോഴും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. എന്നിട്ടിത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് തീ കുറച്ചിടാം. കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ അതേ നല്ലതുപോലെ മലര് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇടുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടും. ആദ്യമേ ഇങ്ങനെ ചട്ടി ചൂടായി വരണമല്ലോ. അപ്പോൾ അതേ നമുക്കിതിട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കോളൂ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് വേണേ അരി എടുക്കാനായിട്ട്. കണ്ടോ, നല്ല മലര് പോലെ പൊങ്ങിയിട്ടുണ്ട്. ആദ്യമേ കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കല്ലച്ച പോലെ ചുമന്ന് കിടക്കും. അരി ഇങ്ങനെ പൊങ്ങി വരില്ല, കുമളക്കില്ല, വെറുതെ ചുമന്ന് കിടക്കും. അപ്പം ഞാനിവിടെ ഒരല്പം 1 ടീസ്പൂൺ ജീരകവും ഒരു 3-4 ഏലക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് ഈ ഏലക്കായ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പണ്ടൊക്കെ ചായക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെയാണ് അമ്മ ചെയ്തു തരുന്നതേ. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയുമുണ്ട്. ഏലക്കായ 4 പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും കൂടെ, അരി വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ അരി വറുത്തത് കട്ടൻ ചായയിൽ മധുരം ഇട്ടിട്ട് ആ കട്ടൻ ചായയിൽ ഇങ്ങനെ അരി വറുത്തിട്ട് കഴിക്കും. അതിനും ഒരു നല്ല രുചിയാണ്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിയണ അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് പൊടിയണ്ട, ഒരു തരിതരിപ്പോട് കൂടി. കണ്ടത് ഇതേപോലെ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ ഒരു തേങ്ങയുടെ 1 മുറിയാണ് ചിരകിയെടുത്തത്. തേങ്ങ ഇത്തിരി ഇട്ടാലാണ് രുചി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ശർക്കര അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ചൊഴിക്കണേ. ഇത് പഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ്. നമുക്ക് ഒരൊറ്റ അടി അടിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് അടിക്കരുത്, ഒരൊറ്റ അടി. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടി പോലെ ഇരിക്കും. ഈ ഒരു സമയത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും മക്കൾക്ക് ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കണേ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്.
ഇനി ഉള്ള കാലങ്ങളൊക്കെ നമുക്ക് ആ പഴയ കാലങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.